ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 99, ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. യത്തു ത്രൈലോക്യരൂപം ദദതബിജ തതോ നിർഗതോ അനന്തശുദ്ധ ജ്ഞാനാത്മാവർത്തസേ ത്വം തവ ഖലു മഹിമാസോ അഭിതാവാൻ കിമന്യൻ തോകസ്തി ഭാഗ ഏവ അഖിലഭുവനദയാ ദൃശ്യതേ ത്രംശകൽപ്പം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരിതോ ഭാതി തസ്മൈ നമസ്തേ. അന്വയം അർത്ഥം. അനന്ത അവസാനമില്ലാത്തവനെ, ത്രൈലോക്യരൂപം ത്രിലോകരൂപത്തെ, ദദൻ അപീച്ച വഹിക്കുന്നവനാണെങ്കിലും, തതഹ അതിൽ നിന്ന്, നിർഗത പുറമേ ഇരിക്കുന്നവനുമായ, തും അങ്ങേ, ശുദ്ധ ജ്ഞാനാത്മാ പരിശുദ്ധ ജ്ഞാനമാകുന്ന സ്വരൂപത്തോടുകൂടി, വർത്തസേ വർത്തിക്കുന്നു, എത്തു എന്നുള്ള യാതൊന്ന്, സ അഭി അതും, തവ അങ്ങയുടെ, താവാൻ അത്രയ്ക്കുള്ള, മഹിമ കലു മാഹാത്മ്യമാകുന്നു, അന്യത്കിം മറ്റൊന്നു എന്താണ്, തേ അങ്ങയുടെ, സ്തോക ചെറിയതായ, ഭാഗ ഏവ ഭാഗം തന്നെ, അഖില ഭുവനതയ എല്ലാ ലോകങ്ങളുടെയും ഭാഗം സ്വീകരിച്ച്, ദൃശ്യതേ കാണപ്പെടുന്നു, ത്രംശകൽപ്പം 3 ഭാഗങ്ങൾ ഉള്ളതായി കൽപ്പിച്ചിരിക്കുന്നതും, ഭൂയിഷ്ടം അധികം ആയ മറ്റേതും, തഥാ ഉപരി അതിൽ നിന്ന് ഉപരിയായി, സാന്ദ്ര മോദാത്മകം തിങ്ങി നിറഞ്ഞ ആനന്ദ സ്വരൂപമായി, ഭാതി ശോഭിക്കുന്നു, തസ്മൈ അങ്ങനെയിരിക്കുന്ന, തേ അങ്ങേക്കായിക്കൊണ്ട്, നമഃ നമസ്കാരം ഭവിക്കട്ടെ. ഹരി ഓം. സാരം: ഭഗവാൻ 3 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും അതിൽ നിന്ന് അതീതമായി നിർഗുണമായും വർത്തിക്കുന്നു. അത്രയ്ക്കുമാണ് ഭഗവാൻ മാഹാത്മ്യം. ഭഗവാന്റെ എത്രയോ ഒരു ചെറിയ അംശം മാത്രമാണ് പ്രപഞ്ചം. പക്ഷേ സാക്ഷാത് ഭഗവത് സ്വരൂപം കാണപ്പെടുന്നതിനപ്പുറം കാണപ്പെടാത്തതായി വർത്തിക്കുന്നു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. അവ്യക്തം ദേ സ്വരൂപം ദുരധികമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃതരസാംബോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിവ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം ദേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണ രോഗാൻ. അന്വയം അർത്ഥം. പവനപുരപദേ ഗുരുവായൂരപ്പ, തേ അങ്ങയുടെ, അവ്യക്തം ഇന്ദ്രിയ വിഷയമല്ലാത്ത സ്വരൂപം ശരീരം, ദുരധിഗമതമം അറിയുന്നതിനും പ്രാപിക്കുന്നതിനും പ്രയാസമുള്ളതാകുന്നു, ശുദ്ധൈക സത്വം പരിശുദ്ധമായ സത്വഗുണം മാത്രമുള്ള, തത്തു അതാകട്ടെ, വ്യക്തം എളുപ്പം കാണാവുന്നതാണ്, അഭിച്ച മാത്രവുമല്ല, ഏതൻ ഏവ ഈ കൃഷ്ണ രൂപം മുതലായവയാണ്, അമൃതരസാംഭോധി കല്ലോല തുല്യം അമൃതജലമാകുന്ന സമുദ്രത്തിലെ തിരമാലകൾക്കു തുല്യമായിരിക്കുന്നതും, സ്ഫുടം നിശ്ചയം, തദിഹ അതിനാലിവിടെ, സർവോത്കൃഷ്ടാം സർവശ്രേഷ്ഠവും, അഭീഷ്ടാം
ഇഷ്ടാനുകൂലവും ഗുണരസേന ഏവ സ്നേഹാദി ഗുണമാധുര്യം കൊണ്ട് തന്നെ ചിത്തം മനസ്സിനെ ഹരന്തിയും അപഹരിക്കുന്നതുമായ തേ അങ്ങയുടെ മൂർത്തിയെ അഹം ഞാൻ സംശ്രയെ ആശ്രയിക്കുന്നു മാം എന്നെ രോഗത്തിൽ നിന്ന് പാകി രക്ഷിച്ചാലും. ഹരിവും. സാരം: ഭഗവാന് 2 രൂപമുള്ളതിൽ ഒന്ന് നിർഗുണം, മറ്റേത് സഗുണം. നിർഗുണം പ്രാപിക്കാൻ എളുപ്പമല്ല. സഗുണം ശ്രീകൃഷ്ണാദി രൂപം പോലെ പൂർണ്ണ സത്വസ്വരൂപമാണ്. അതിനെ വേഗം ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നതാണ്. അത് അമൃത സമുദ്രത്തിലെ തിരമാലയ്ക്ക് തുല്യം. അറിയുന്നതിനും ഭരിക്കുന്നതിനും എളുപ്പമാണ്. അത് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും. ഭക്ത വാത്സല്യാദി ഗുണങ്ങൾ കൊണ്ട് മനസ്സിനെ ആകർഷിക്കുന്നതുമാണ്. ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 99-ാം ദശകം സമാപ്തം. ഹരിവും.